വൈക്കത്ത് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി. വൈക്കം ചെമ്പിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ഈ വള്ളത്തിൽ എത്ര പേരുണ്ടായിരുന്നു? രക്ഷാപ്രവർത്തനം എങ്ങനെ, ടോബി? കൃത്യമായൊരു കണക്കില്ല, പക്ഷെ നിരവധി പേരുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ്. അതായത് ഇത് ഈ മോട്ടോർ വെച്ച് ഉപയോഗിക്കുന്ന വള്ളമാണ്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് കയറാൻ സാധിക്കുന്ന ഒരു വള്ളമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാട്ടുകാരും അവിടെ ഉള്ളവരൊക്കെ അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഒരു 3 പേരെ വൈക്കം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകളെയും രക്ഷിക്കാൻ സാധിച്ചു എന്നൊരു വിവരം കൂടി പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം കൃത്യമായി എത്ര പേർ ആ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു കണക്ക് പറയാൻ സാധിക്കുന്നില്ല ആർക്കും തന്നെ. ഒരു ഒരു മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ വള്ളത്തിൽ കയറി വന്നതാണ്. അവിടെ വെച്ചാണ് ഈ വള്ളം അപകടത്തിൽപ്പെടുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യം ഇതൊരു ബോട്ടാണ് എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചത്. പിന്നെയാണ് പഞ്ചായത്ത് മെമ്പറോട് സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇതൊരു വള്ളമാണ്, അതായത് മോട്ടോർ ഉപയോഗിച്ച് ഓടിക്കുന്ന വള്ളമാണ്, അതിൽ ആളുകൾ ഒരുമിച്ച് കയറിയതാണ് ഈ അപകടത്തിന് കാരണമായതെന്നുള്ളൊരു പ്രാഥമിക വിവരം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. എന്തായാലും ഫയർഫോഴ്സും അതുപോലെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ സ്ഥലത്ത് എത്താൻ സാധിക്കും. ടോബി, ഇത് ഈ ഒരു മരണവീട്ടിൽ പോയി വരികയായിരുന്നു ഈ വള്ളത്തിലുണ്ടായിരുന്നവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ, വ്യക്തതയൊക്കെ വരേണ്ടതുണ്ട്. വാർഡ് മെമ്പറെ നമ്മൾ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ ലഭ്യമാവുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഈ സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര യാത്രക്കാർ ആ വള്ളത്തിലുണ്ട് എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുന്നുണ്ട്. ചിലരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ടോബി, ഇത് കൃത്യം എത്ര മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്? ഈ അപകടം ആളുകളുടെ ശ്രദ്ധയിലേക്ക്, രക്ഷാപ്രവർത്തനമൊക്കെ നടക്കണമെങ്കിൽ അത് ശ്രദ്ധയിലേക്ക് വരണം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അത് ശ്രദ്ധയിലേക്ക് പെട്ടിരുന്നു. രക്ഷാപ്രവർത്തനമൊക്കെ വളരെ വേഗത്തിൽ തന്നെ തുടങ്ങാൻ കഴിഞ്ഞിരുന്നോ, ടോബി? അങ്ങനെ ഒരു പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 2:15 ശേഷമാണ് ഈ സംഭവം നടന്നത് എന്നുള്ളൊരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് സംഭവം നടന്നിട്ട് അധിക നേരം ആയില്ല എന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഫയർഫോഴ്സ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വൈക്കത്ത് നിന്നും അവിടേക്ക് തിരിച്ചിരുന്നു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് ആദ്യം തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിന്റെ സൈഡിലുണ്ടായിരുന്ന, അതായത് ഈ കാട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാട്ടിക്കുന്നിൽ നിന്നും പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ്. അവിടെയാണ്, അതിനിടയിലാണ് ഈ സംഭവം നടന്നതെന്നൊരു നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ വെച്ച് ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ ആരും അധികം അറിഞ്ഞില്ല. പക്ഷേ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. തൊട്ട് പിന്നാലെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ എത്തി. തുടർന്നാണ് ഫയർഫോഴ്സും കൂടി ഇറങ്ങി ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ പ്രകാരം ഒരു വള്ളമാണ്, അതായത് ഒരു വലിയ വള്ളമാണ്, മോട്ടോർ വെച്ച് ഓടിക്കുന്ന വള്ളമാണെന്നുള്ള ഒരു വിവരമാണ് ആദ്യം നമുക്ക് പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് ലഭിക്കുന്നത്. ആദ്യം നമ്മൾ അറിഞ്ഞത് ഒരു ബോട്ട് മറിഞ്ഞു എന്നുള്ളതായിരുന്നു. എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമായത് അങ്ങനെയാണ്. ഏതായാലും സംഭവ സ്ഥലത്തേക്ക് നമുക്ക് അല്പസമയത്തിനുള്ളിൽ എത്താൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാൻ സാധിക്കും. എന്തായാലും 3 പേരെ ആശുപത്രിയിലേക്ക് രക്ഷിച്ച 3 പേരെ ആശുപത്രിയിലേക്ക്, വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കും. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ അപകട സ്ഥലത്തേക്ക് ടോബി ജോൺസൺ എത്തും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. കോട്ടയം വൈക്കത്താണ് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. ഒരു മരണവീട്ടിൽ പോയി വരുന്നതിനിടയിലാണ് ഇവർ അപകടത്തിൽപ്പെട്ടത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വള്ളമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 3 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ, ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ വള്ളത്തിൽ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരം ലഭ്യമാവേണ്ടതുണ്ട്. നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർക്കും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വ്യക്തത ഇല്ല. ഒരുപാട് പേരുണ്ടായിരുന്നു എന്നവർ പ്രതികരിക്കുന്നുണ്ട്. ഫയർഫോഴ്സൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന മുറയ്ക്ക് അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും.